യു.പിയിലോ ഗുജറാത്തിലോ നടക്കാത്തൊരു കാര്യം ഒരു കഥയിലൂടെ ഞാൻ പറയട്ടെ. വേളാങ്കണ്ണിയിൽ നിന്ന് ഒരു യാത്ര കഴിഞ്ഞു വരുന്ന ഒരു സംഘം. അവരുടെ അവസാനത്തെ ബോട്ടും പോയി, ജങ്കാറും പോയി. സാധാരണ വിളിച്ചാൽ വരാറില്ല, വള്ളക്കാർ വന്നുമില്ല. തൊട്ടക്കരെ അവരുടെ വീടുകളുണ്ട്, കണ്ടു നിൽക്കാനല്ലേ കഴിയുള്ളൂ. കയ്യിലുണ്ടായിരുന്ന പുതപ്പുകളും വിരികളും എടുത്ത് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘം ബോട്ട് കെട്ടിയിലും കടത്തിണ്ണയിലും കൊതുക് കടിയും കൊണ്ട് രാവിലെ ആദ്യത്തെ ബോട്ട് വരുന്നവരെ കഴിച്ചുകൂട്ടി. ഒടുവിൽ ബോട്ട് വന്ന് ബോട്ടിൽ കയറിയ സംഘം ഒരു തീരുമാനം എടുക്കുകയാണ്. ഇനി പോകുമ്പോൾ അർദ്ധരാത്രിയിലോ പുലർച്ചെയോ ആ നാട്ടിൽ നിന്ന് തന്നെ വാഹനത്തിൽ കയറി വേളാങ്കണ്ണിക്ക് പോകുമെന്നും അതേ വാഹനത്തിൽ അർദ്ധരാത്രിയിൽ തിരികെ വരുമെന്നുള്ള പ്രതിജ്ഞ. ആ നാട്ടുകാരുടെ ജീവിതത്തിൽ പലതവണ അനുഭവിച്ചിട്ടുള്ള ദുരനുഭവത്തിന് ഒരു നടന്ന ചെറിയ കഥയായിരുന്നു അത്. പക്ഷെ പ്രതിജ്ഞ എടുക്കാൻ അവർക്ക് ആത്മവിശ്വാസം തന്നത് എന്താണെന്നറിയോ? തൊട്ടടുത്ത് അതിവേഗം പൂർത്തിയായിക്കൊണ്ടിരുന്ന ഒരു പാലമാണ്. ആ പാലത്തിന്റെ പേരാണ് പെരുമ്പളം പാലം. സാങ്കേതികമായി അടിസ്ഥാന സൗകര്യങ്ങളുടെയും യാത്രാ സൗകര്യങ്ങളുടെയും അഭാവം കൊണ്ട് പൊറുതിമുട്ടുന്ന കേരളത്തിലെ മറ്റിടങ്ങളിലെ ജനങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഉദാഹരണമാണ് പെരുമ്പളം പാലം. കേരളത്തിൽ ജീവിച്ച് കേരളത്തെ പലപ്പോഴും ഇകഴ്ത്തി കാണിച്ച് നോർത്ത് ഇന്ത്യയെ നെഞ്ചോട് ചേർക്കുന്നവർക്കുള്ള നെഞ്ചിലേറ്റിയ അടിയാണ് ഈ പാലം. നടക്കില്ല എന്ന് പറയുന്നത് നടത്തി കാണിക്കുന്ന നയം, അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കഥ. അന്ന് ആ യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നവരിൽ ഒരാൾ എന്റെ ഭാര്യയുടെ അച്ഛനാണെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം.